മോട്ടോർ ഇൻഫോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്ന വാഹനം ജുപ്പിറ്ററാണ്. ടി വി എസ് ജുപ്പിറ്റർ ക്ലാസിക്കിൻ്റെ 2027 ഏറ്റവും പുതിയ മോഡലാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിൻ്റെ ഹെഡ്ലൈറ്റിനെ കുറിച്ച് തന്നെ ആദ്യമായിട്ട് പറയാം. ഹെഡ്ലൈറ്റ് വരുന്നത് HID ഹെഡ്ലൈറ്റ്സ് ആണ്. വൈറ്റ് കളറിൽ ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന HID ഹെഡ്ലൈറ്റ്സ് ആണ് പുതിയ മോഡൽ BS7 മോഡൽ ജുപ്പിറ്ററിൽ വരുന്നത്. അത് ഓൾറെഡി 5 മില്യൺ ജുപ്പിറ്റേഴ്സ് ഇപ്പോൾ നമ്മുടെ റോഡിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്പെഷ്യൽ ഗോൾഡൻ ബാഡ്ജിങ് വാഹനത്തിന് വരുന്നുണ്ട്. അത് കൂടാതെ അഡീഷണൽ ആയിട്ട് ആ ക്ലാസിക് മോഡലിൽ പുതിയ ബോഡി ഗ്രാഫിക്സ് വരുന്നുണ്ട്. ഫ്രണ്ട് മഡ് ഗാർഡിന് മേളൊരു ബ്ലാക്ക് ഗ്ലോസി ബ്ലാക്ക് കവറിങ്ങും ഫ്രണ്ട് ടിപ്പിലൊരു മാറ്റ് ബ്ലാക്ക് കവറിങ്ങും വരുന്നു. 2024 മോഡൽ ജുപ്പിറ്ററിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് സെയിം ആണെങ്കിൽ തന്നെയും അതിൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ ഗ്ലാസ് കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുണ്ട്. ഹാലജൻ ബൾബ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ വാഹനത്തിൻ്റെ അലോയ് വീൽസ് പുതിയ മോഡൽ കാറിൽ വരുന്ന പോലെ ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് വരുന്നത്. ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷനും വരുന്നുണ്ട്. സസ്പെൻഷൻ്റെ സൈഡിലായിട്ടൊരു യെല്ലോ കളർ റിഫ്ലക്ടറും വരുന്നുണ്ട്. 12 ഇഞ്ച് ട്യൂബ്ലെസ് ടയറാണ് വാഹനത്തിന് വരുന്നത്. പിന്നെ നമ്മുടെ പാസഞ്ചേഴ്സിൻ്റെ സേഫ്റ്റിക്കായിട്ട് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കും ബാക്ക് ഡ്രം ബ്രേക്കും ആണ് യൂസ് ചെയ്യുന്നത്. കൂടാതെ കോംബി ബ്രേക്ക് സിസ്റ്റം അവൈലബിൾ ആണ് ഈ വാഹനത്തിന്. പിന്നെ ലെഫ്റ്റ് സൈഡിലും അതുപോലെ തന്നെ ഒരു ഷോക്കപ്പിൻ്റെ സൈഡിലായിട്ടൊരു യെല്ലോ കളർ റിഫ്ലക്ടറും വാഹനത്തിന് വെച്ചിട്ടുണ്ട്. ഇനി ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ പറയുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് ബ്രൗൺ ഫിനിഷാണ് വാഹനത്തിന് വരുന്നത്. വാഹനത്തിൻ്റെ സ്വിച്ചസ് എല്ലാം ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലുള്ളതാണ്. ഹോണിൻ്റെ സ്വിച്ചിന് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഓറഞ്ച് വരുന്നത് സെൽഫ് സ്റ്റാർട്ട് സ്വിച്ചിന്, അതുപോലെ തന്നെ റെഡ് കളറാണ് കൊടുത്തിരിക്കുന്നത്. എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി മീറ്റർ കൺസോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുള്ളി അനലോഗ് മീറ്ററാണ് വാഹനത്തിന് വരുന്നത്. അതുകൂടാതെ ഫ്യൂവലിൻ്റെ ഗേജും സൈഡിൽ കാണിച്ചിട്ടുണ്ട്. ഇൻഡിക്കേഷൻസ് എല്ലാം നോർമൽ പഴയ പോലെ തന്നെ. അതുകൂടാതെ വാഹനത്തിന് പുതിയതായിട്ട് വരുന്നത് ഒരു USB ചാർജർ, വാഹനത്തിൻ്റെ USB ചാർജർ വന്നിട്ടുണ്ട്. പിന്നെ ഒരു 500 ml സ്റ്റോറേജ് വരുന്നൊരു ഗ്ലോ ബോക്സ് കൂടെ വന്നിട്ടുണ്ട്. 3 കിലോഗ്രാം വെയിറ്റ് ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു ഹുക്കും ഉണ്ട്. ഈ വാഹനത്തിൻ്റെ കീയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ക്ലാസിക് ആയിട്ടുള്ള ജുപ്പിറ്ററിൻ്റെ സെയിം ടു സെയിം ഓൾഡ് കീ തന്നെയാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. ഈ ഗ്ലോ ബോക്സിൽ മെയിനായിട്ട് നമുക്ക് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഹെഡ്സെറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ വയ്ക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് കീ സ്റ്റാർട്ട് ഓണാക്കി നോക്കാം. അതിൽ ഇക്കോ മോഡും പവർ മോഡും അവൈലബിൾ ആണ്. അതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്ന കേസാണ്. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോഡ് ഏതാണെന്ന് വരുന്നതനുസരിച്ച് സ്പീഡ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ മൈലേജ് കിട്ടും. വളരെ ഡീസൻ്റായിട്ടും വലുതായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം വാഹനത്തിന് വരുന്നുണ്ട്. ഇതിൻ്റെ സീറ്റ്സ് ചേഞ്ച് ആയിട്ടുണ്ട്. 2 പേർക്ക് സുഖമായിട്ടിരുന്ന് പോകാൻ പറ്റുന്ന വലിയ സീറ്റാണ്. അത് കൂടാതെ ബാക്ക് സപ്പോർട്ട്, അതായത് റിയർ ഗ്രാബിന് ഒരു കുഷ്യനിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. നല്ല ഡാർക്ക് ബ്രൗൺ കളറുള്ള അപ്പോൾസറിയാണ് വാഹനത്തിൻ്റെ സീറ്റിന് വരുന്നത്. കൂടാതെ വൈറ്റ് കളർ സ്റ്റിച്ചിങ്ങും അതിൻ്റെ കൂടെ വരുന്നുണ്ട്. റിയർ ഗ്രാബിനും അതുപോലെ തന്നെ ഡാർക്ക് ബ്രൗൺ കളർ അപ്പോൾസറിയാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു കുഷ്യനിങ് ഉണ്ടാവും. അപ്പോൾ ബാക്ക് സൈഡിലിരിക്കുന്ന പാസഞ്ചർക്ക് നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ലേറ്റസ്റ്റ് മോഡൽ ജുപ്പിറ്ററിന് ഒത്തിരിയധികം ബോഡി ഗ്രാഫിക്സ് വന്നിട്ടുണ്ട്. ഇത് തന്നെ ഓൾറെഡി ഒരു ലൈറ്റ് ഗ്രേ കളറാണ്. അതിന് ഡാർക്ക് ഗ്രേ കളർ ഗ്രാഫിക്സിൻ്റെ സൈഡിലൂടെ ഒരു ഫ്ലൂറസൻ്റ് ഗ്രീൻ കളർ സ്റ്റിക്കറും വന്നിട്ടുണ്ട്. പിന്നെ ബാഡ്ജിങ് എല്ലാം ജുപ്പിറ്ററിൻ്റെ ബാഡ്ജിങ് എല്ലാം ബ്ലാക്ക് കളറായിട്ടുണ്ട്. ഈ വാഹനത്തിന് എഞ്ചിൻ വരുന്നത് സെയിം 110 cc ആണ്. ഇതിൻ്റെ പവർ ഔട്ട്പുട്ട് വരുന്നത് 7.8 bhp ആണ്. ടോർക്ക് വരുന്നത് 8.5 Nm ആണ്. ഇത് ബാക്ക് സൈഡ് അഡ്ജസ്റ്റബിൾ ആണ്. അതിൻ്റെ സസ്പെൻഷൻ വരുന്നത് സസ്പെൻഷൻ ഒരു 5 പോയിൻ്റ് അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ്. അത് ഈ സെഗ്മെൻറ്റിൽ ഈ വാഹനത്തിന് മാത്രമാണ് റിയർ സസ്പെൻഷൻ അഡ്ജസ്റ്റബിൾ വരുന്നത്. പിന്നെ വരുന്നതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടെയിൽ ലാംപ്സ് LED ടെയിൽ ലാംപ്സ് ആണ് ഈ മോഡൽ വരുന്നത്. പിന്നെ ഫ്യൂൽ ഫില്ലിങ് ജുപ്പിറ്ററിൻ്റെ ബാക്ക് സൈഡിൽ നിന്നാണ്. അതായത് നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങേണ്ട ആവശ്യമില്ല പെട്രോൾ ഫില്ല് ചെയ്യാനായിട്ട്. ഹാലജൻ ലൈറ്റ്സ് ആണ് ഇൻഡിക്കേറ്റേഴ്സിലും വരുന്നത്. ബാക്കി ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ വാഹനത്തിൻ്റെ സൈലൻസർ വരുന്നത് മാറ്റ് ബ്ലാക്ക് കളറാണ്. അതിന് ഒരു ക്രോം പ്ലേറ്റഡ് കവറൂടെ കൊടുത്തിട്ടുണ്ട്. സൈലൻസർ പൈപ്പിന് മാറ്റ് ബ്ലാക്ക് കവറൂടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു എയർ കൂൾഡ് എഞ്ചിനാണ് ഈ വാഹനത്തിന് വരുന്നത്. 3 കിലോഗ്രാം വെച്ച് വെയിറ്റ് താങ്ങുന്ന 2 ഹുക്കുകൾ വാഹനത്തിന് ഓൾറെഡി വരുന്നുണ്ട്. ഇനി സീറ്റിൻ്റെ സ്പേസ് പറയുകയാണെന്ന് വെച്ചാൽ ഏകദേശം 2 ഹെൽമെറ്റ് നല്ല കംഫർട്ടബിളായിട്ട് വയ്ക്കാൻ പറ്റുന്ന അത്രയും ഒരു വലിയൊരു സ്റ്റോറേജാണ് വാഹനത്തിൻ്റെ സീറ്റിന് താഴെ വരുന്നത്. കൂടാതെ OBD2 സെൻസർ സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷനും സീറ്റിന് താഴെ തന്നെയുണ്ട്. 2024 മോഡൽ OBD2 സപ്പോർട്ടഡ് വാഹനമായ TVS ജുപ്പിറ്റർ ക്ലാസിക് മോഡലിൻ്റെ ഓൺ റോഡ് കോസ്റ്റ് വരുന്നത് ഏകദേശം 1,14,000 രൂപയാണ്. അത് ഫെസ്റ്റിവൽ സീസൺ അനുസരിച്ച് പ്രൈസ് ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് TVS ജുപ്പിറ്ററിൻ്റെ പുതിയ വിശേഷങ്ങൾ. വാഹനത്തിൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും പേജ് ലൈക്ക് ചെയ്യുക. പുതിയ മെമ്പേഴ്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നേരിട്ട് കാണുന്നവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.